സ്നേഹമുള്ളവരെ, ജെയിംസ് കെല്ലർ തൻ്റെ യു ക്യാൻ ചേഞ്ച് ദ വേൾഡ്, നിങ്ങൾക്കും ലോകത്തെ മാറ്റുവാൻ സാധിക്കും എന്ന ഗ്രന്ഥത്തിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ചെറുപ്പത്തിലെ ക്യാൻസർ ബാധിച്ച് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കരളലിയിക്കുന്ന കഥ. പെറ്റമ്മ പോലും ഉപേക്ഷിക്കപ്പെട്ട് ദിവസങ്ങളോളം പട്ടിണിയും വേദനയും കടിച്ചമർത്തി അവൾ വഴിയരികിൽ കിടന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഒരു മിഷണറി വൈദികൻ അതുവഴി വന്നു. ക്ഷീണിച്ച് ശോഷിച്ച് കണ്ടാലറയ്ക്കുന്ന അവളുടെ ശരീരം. ഈ കാഴ്ച കണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സലിഞ്ഞു. ആ മിഷണറി വൈദികൻ അവളെ വാരിയെടുത്ത് തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. ഭക്ഷണവും വസ്ത്രങ്ങളും മറ്റും നൽകിക്കൊണ്ട് അദ്ദേഹം അവളോട് പറഞ്ഞു, പ്രിയ കുഞ്ഞെ, നിന്നെ സൃഷ്ടിച്ച ദൈവം തന്നെയാണ് എന്നെയും സൃഷ്ടിച്ചത്. ഇന്നു മുതൽ നീ എൻ്റെ കൊച്ചു അനുജത്തിയാണ്. ഞാൻ നിൻ്റെ ചേട്ടനും. ആവശ്യ സമയത്ത് സഹായിക്കുവാൻ എത്തുന്നവരാണ് യഥാർത്ഥ അയൽക്കാർ, യഥാർത്ഥ കൂട്ടുകാർ. ഈശോ വിശുദ്ധ ഗ്രന്ഥത്തിൽ സേവന മനോഭാവം മാനദണ്ഡമാക്കിയായിരിക്കും ഒരു മനുഷ്യൻ്റെ അന്ത്യവിധി എന്ന് വിവരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 34 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്തു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. കൈക്കൂലി വാങ്ങിയും തട്ടിപ്പ് നടത്തിയും അഴിമതി നടത്തിയും പണം സമ്പാദിക്കുന്നവരെ, നിങ്ങൾക്ക് ദുരിതം. ഒന്ന് മാറി ചിന്തിക്കുക. നേരായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കുക. ഉള്ളതിൽ നിന്നും കുറച്ച് അത് അർഹിക്കുന്നവന് നൽകുന്നത് വഴി ലഭിക്കുന്ന സന്തോഷം, അത് ഒരു പ്രത്യേകതരം സന്തോഷം തന്നെയാണ്. സേവനത്തിലൂടെ നമുക്ക് സന്തോഷം കണ്ടെത്താം.